Hello, welcome to the video. In today's video, we'll be discussing important questions from Enhancing English. കഴിഞ്ഞൊരു വീഡിയോയിൽ എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. എൻഹാൻസിങ് ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നമുക്കാകെ 4 മൊഡ്യൂളുകളാണ് പഠിക്കുന്നതിന് വേണ്ടി ഉള്ളത്. ഒന്നാമത്തെ മൊഡ്യൂള് ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ്, രണ്ടാമത്തത് റീഡിംഗ്, 3 റൈറ്റിംഗ്, 4 പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. ഇങ്ങനെയാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഈ 4 മൊഡ്യൂളുകളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ച് 2 മൊഡ്യൂളിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽ റൈറ്റിങ്ങിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അതായത് 6 മാർക്കിനും 14 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിൽ നിന്നും ഷോർട്ട് ക്വസ്റ്റ്യൻസ്, 2-3 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് ചോദ്യം വരിക. ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് 3 മാർക്കാണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആകെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 3 ചോദ്യങ്ങൾക്കാണ്. 3 അറ്റൻഡ് ചെയ്യണം, 3 മാർക്കിൻ്റെ. അത് എല്ലാ മൊഡ്യൂളിൽ നിന്നും അതിൽ ചോദ്യം വരും. ഒരു 4-5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 3 ആൻസർ ചെയ്താൽ മതിയാവും. അതിൽ എല്ലാ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതുകൊണ്ട് തന്നെ ഇതിൽ 4 മൊഡ്യൂളുകളിൽ നിങ്ങൾ 3 പഠിച്ചാൽ, അതായത് 2-3 എന്തായാലും പഠിക്കണം. പിന്നെ ഒന്നാമത്തെ മൊഡ്യൂള് നന്നായി പഠിക്കുക, ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഇത്രയും പഠിച്ചാൽ തന്നെ ഏകദേശം ആ സെക്ഷൻ എ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എ, ഫസ്റ്റ് സെക്ഷനാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത്. 2-3 സെൻറ്റൻസിൽ ഉത്തരം എഴുതേണ്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ് 3 മാർക്കിനാണ് ഇത് ചോദിക്കുക. ഈ 3 മാർക്ക് നേടാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, അല്ലേ? 3 മാർക്കിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതാം. കാരണം നമുക്ക് ഈ 3 മൊഡ്യൂളുകൾ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ചോദ്യങ്ങൾ അതിനകത്ത് വരും. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ ചോദ്യം വന്നാൽ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകും. ആ ഒരു രീതിയിൽ ടൈം കുറച്ച്, പഠിക്കാൻ സമയം കുറച്ചുള്ളവർ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. പഠിക്കാൻ സമയമില്ലാത്തവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കരുതുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ബാക്കി 4ാമത്തെ മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് എന്ന മൊഡ്യൂള് ഗോൾ സെറ്റിംഗ്, ടൈം മാനേജ്മെന്റ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രസന്റേഷൻ, ഇങ്ങനെ നല്ല ടോപ്പിക്കുകളൊക്കെ അതിലുണ്ട്. തീർച്ചയായിട്ടും പരീക്ഷയിൽ മികച്ച വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ മൊഡ്യൂളും വായിക്കേണ്ടതാണ്. നമുക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. എങ്കിലും അധികം പഠിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു തന്നതാണ് 3 മൊഡ്യൂൾ പഠിച്ചിട്ട് പോവുക എന്നുള്ളത്. സെക്ഷൻ ബി, സെക്ഷൻ സി, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സെക്ഷൻ ബി, സെക്ഷൻ സി ഡീറ്റെയിൽ റൈറ്റിങ്ങിനുള്ള ചോദ്യങ്ങളായിരിക്കും. അത് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എന്നീ 2 മൊഡ്യൂളിൽ മാത്രമേ ചോദിക്കൂ. അപ്പം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു കൺഫർമേഷനായി. യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം തന്നെയാണ്, അപ്പോൾ കൺഫർമേഷനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്, അല്ലേ? മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഡീറ്റെയിൽ റൈറ്റിങ്ങിന് അത് പഠിച്ചാൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഏതൊക്കെയാണ് ഈ എല്ലാ മൊഡ്യൂളുകളിലെയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക, ലെക്ചർ നോട്ട് എഴുതുക. ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തതിന് ശേഷം അത് എടുത്ത് പഠിക്കുക. പ്രത്യേകമായിട്ട് ആദ്യത്തെ 2 മൊഡ്യൂളുകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഡീറ്റെയിൽഡ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾ പിന്നീട് എടുത്ത് കാണുക, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ഇന്ന് ഈ ക്ലാസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറേ പോയിന്റ്സ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റിൽ, ടൈപ്സ് ഓഫ് ലിസണിങ് എന്ന യൂണിറ്റിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ വരാം. ഒന്ന് ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്. ഇത് വരുന്ന സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെ വരിക എന്ന് വെച്ചാൽ സെക്ഷൻ എയിലാണ്. 2-3 സെൻറ്റൻസിൽ 2 or 3 സെൻറ്റൻസസ് ആൻസർ ചെയ്യുക. 3 മാർക്കിനാണ് ചോദിക്കുക. ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതിയാവും. അവിടെ 2-3 അല്ലെങ്കിൽ സെൻറ്റൻസിൽ ഡെഫിനിഷൻ മാത്രം ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്. പിന്നെ ചോദ്യം അനുസരിച്ച് വേണം നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാൻ. ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ് ഡെഫിനിഷൻ മാത്രമേ ചോദിക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്ങിൻ്റെ ഡെഫിനിഷൻ മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ സം കോമൺ യൂസസ് ചോദിച്ചേക്കാം, ഉപയോഗങ്ങൾ, ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ എക്സാമ്പിൾസ് ചോദിച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. അത് മാത്രം ചോദിക്കും, ഡെഫിനിഷൻ മാത്രം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ് എന്ന സെക്ഷൻ മുഴുവൻ വായിച്ചു വെക്കണം. ഇന്റർപ്രറ്റീവ് ലിസണിങ് ആണ് അടുത്തത്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഈ പറഞ്ഞതുപോലെ ഡെഫിനിഷൻ മാത്രം ആയിരിക്കണമെന്നില്ല ചോദിക്കുന്നത്. അവയുടെ എക്സാമ്പിൾസ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ
എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് മേക്കിംഗ് നോട്ട്സ് എന്നുള്ള ഏരിയ ആണ്. മേക്കിംഗ് നോട്ട്സ്, അതിൽ നിന്ന് ഡെഫിനേഷൻ ചോദിക്കാം, പിന്നെ അതിൻ്റെ യൂസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചോദ്യം വരാം. ഹിയറിംഗ് വേഴ്സസ് ഇഫക്റ്റീവ് ലിസണിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ, എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ബാരിയേഴ്സ് ടു കൺസിഡർ വൈൽ ലിസ്ണിംഗ് ടു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് തോന്നുന്നു. കാരണം ബാരിയേഴ്സ് ടു ലിസ്ണിംഗ് എപ്പോഴും, അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. ഇവിടെയും ബാരിയേഴ്സ് ടു ലിസ്ണിംഗ് ടു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആണ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും ചോദ്യങ്ങൾ, പ്രധാനമായിട്ട് 3 ഈ മൊഡ്യൂളിൽ നിന്ന്, ഈ യൂണിറ്റിൽ നിന്ന്, യൂണിറ്റ് 1 നിന്ന് പഠിക്കുക. യൂണിറ്റ് 2ലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 2 മൊഡ്യൂൾ 1 യൂണിറ്റ് 2 പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് സ്പീക്കിംഗ് ഇഫക്റ്റീവ്ലി ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുള്ളത് വേർഡ് ചോയ്സ്, അതുപോലെ വോയിസ് മോഡുലേഷൻ, അത് ഫുള്ള് പഠിച്ചു വെക്കണം. അതിലേത് സെക്ഷനും ചോദിക്കാം. അതിൽ നിന്ന് സ്ട്രെസ്, ഇൻറ്റോനേഷൻ, അസേർഷൻ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ടോൺ ആൻഡ് ഇമോഷൻ, വൈ ഈസ് ടോൺ ആൻഡ് ഇമോഷൻ ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്ക് വവൽസ്, കോൺസണൻസ്, ഡിഫ്തോങ്സ്, ഡെഫിനിഷൻ ചോദിക്കാം. ടാസ്ക് 7 നോക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. വവൽസ്, കോൺസണൻസ് എന്നുള്ള ഡീറ്റെയിൽ ക്ലാസ്സിൽ ടാസ്ക് 7 നമ്മൾ ചെയ്തിട്ടുണ്ട്. ടാസ്ക് 7 നിർബന്ധമായി നിങ്ങൾ ഡീറ്റെയിൽ ക്ലാസ് വേണം കാണാൻ വേണ്ടി. ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസേഴ്സ് മുഴുവൻ. ഈ ടാസ്ക് 7 ചിലപ്പോൾ ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സമാനമായ വാക്കുകൾ ചോദിക്കാം. ഇതുപോലെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അതായത് വവൽ സൗണ്ട്സ് അല്ലെങ്കിൽ കോൺസണൻറ്റ് സൗണ്ട്സ് ഒക്കെ സൗണ്ട് നൊട്ടേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വാക്കിനെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ. അപ്പോൾ ഒരു റെഗുലർ സാധാരണ ഒരു വാക്കിൻ്റെ ഫനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടാവും. നിങ്ങളോട് പറയും അതിൻ്റെ പ്രോപ്പർ വേർഡ് ഏതാണെന്ന്, സ്പെല്ലിംഗ് ഏതാണ്, ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യമാണ് പൊതുവിൽ ചോദിക്കുക, ശ്രദ്ധിക്കുക. അത് സ്ട്രെസ്, ഇൻറ്റോനേഷൻ, ഇവിടെ ഉത്തരം കുറച്ചും കൂടി ഇൻഡെപ്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടാസ്ക് 7 അടുത്ത് തന്നെ പേജ് നമ്പർ 23, ടെക്സ്റ്റ് ഉള്ളവർ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 23. ടെക്സ്റ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ നോട്ട്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് ഉൾപ്പെടെ അവിടെ ഷോ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണുക. അതുപോലെ 3ാമത്തെ യൂണിറ്റിൽ മൊഡ്യൂൾ 1 നിന്ന് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, 3ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ട് വരാൻ സാധ്യതയുള്ളത് മെത്തേഡ്സ് ഓഫ് ഗിവിംഗ് ഡിറക്ഷൻസ് ചോദിക്കാം. പേജ് നമ്പർ 29 മെത്തേഡ്സ് നമ്മളിത് ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഗിവിംഗ് ഡിറക്ഷൻസ് എന്നുള്ള വീഡിയോ കാണുക. അവിടെ ടെക്സ്റ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. മെത്തേഡ്സ് ഓഫ് ഗിവിംഗ് ഡിറക്ഷൻസ് ഏതൊക്കെയാണ്? മെത്തേഡ്സ് ലാൻഡ്മാർക്ക് ബേസ്ഡ് ഡിറക്ഷൻസ്, കാർഡിനൽ ഡിറക്ഷൻസ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസ്ഡ് ഡിറക്ഷൻസ്, സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, ഇവയാണത്. പിന്നെ ഗിവിംഗ് ഡിറക്ഷൻസ് കൂടാതെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, എക്സാമ്പിൾസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെ കൊടുക്കാം, അതിന് 3 ഉദാഹരണങ്ങൾ പഠിക്കുന്നുണ്ട്. റെസിപ്പി, ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ സ്മാർട്ട് ഫോൺ, എക്സസൈസ് ഇൻസ്ട്രക്ഷൻ, ക്ലാസ് റൂം അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ 4th യൂണിറ്റിലേക്ക് കടക്കുകയാണ്. 4th യൂണിറ്റിലെ പ്രധാനമായിട്ട് മേക്കിംഗ് റിക്വസ്റ്റ്, ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോളജൈസിങ് എന്നുള്ള സെക്ഷനിൽ ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. കീ കമ്പോണൻസ് ഓഫ് എ സിൻസിയർ ആൻഡ് ഇഫക്റ്റീവ് അപ്പോളജി എന്നുള്ളൊരു ടോപ്പിക് അവിടെ കാണാം, പേജ് നമ്പർ 41. ഇത് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോളജൈസിങ് എന്ന ടൈറ്റിലുള്ള വീഡിയോ നിങ്ങൾ കാണുക, പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുക. ഈ ടെക്സ്റ്റിൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും, അത് നിങ്ങൾ എടുത്ത് കണ്ടാൽ അതിന് ടെക്സ്റ്റ് ഉൾപ്പെടെ ഞാൻ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. കീ കമ്പോണൻസ് ഓഫ് എ സിൻസിയർ ആൻഡ് ഇഫക്റ്റീവ് അപ്പോളജി അവിടെ നിങ്ങൾക്ക് കാണാം. Acknowledgement of the wrongdoing, expression of regret, taking responsibility, offering amends, commitment to change, seeking forgiveness, ഇവയാണ്. അവ എന്തൊക്കെയാണ് യഥാർത്ഥത്തിലൊരു ക്ഷമാപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നാണ് അവിടെ നമ്മൾ കണ്ടത്. ഇനി മൊഡ്യൂൾ 2ലേക്ക് കടക്കുകയാണ്. മൊഡ്യൂൾ 2 വാട്ട് ഈസ് ക്ലോസ് റീഡിങ്, അതായത് ക്ലോസ് റീഡിംഗ് എന്നുള്ള ആ
സെക്ഷൻ ചോദിക്കാം, അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം. നോട്ട് മേക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് മേക്കിംഗ് അതിവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മാർക്ക് ചെയ്യുക. പേജ് നമ്പർ 47 നോട്ട് മേക്കിംഗ്. ഇത് ഡീറ്റെയിൽ റൈറ്റിംഗ്, അതായത് 6 മാർക്കിന് ചോദിക്കാം നോട്ട് മേക്കിംഗ്. വീണ്ടും നേരത്തെ ആക്റ്റീവ് ലിസ്ണിങ്ങിൻ്റെ ഭാഗമായി പഠിച്ചു, അത് 3 മാർക്കിനാണ്. ഇവിടെ 6 മാർക്കിന്, കാരണം മൊഡ്യൂൾ 2 ആണ്. 2 and 3 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 മൊഡ്യൂൾസ് ആണ്. ഇവിടുന്ന് വരും. പിന്നെ ഐഡൻറ്റിഫൈ ലിറ്റററി ഡിവൈസസിനെ കുറിച്ചുള്ള സെക്ഷൻ കാണുക. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെയോ അടുത്തതായിട്ട് യൂണിറ്റ് 2ലേക്ക് കടന്നു കഴിഞ്ഞാൽ റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അതായത് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 6 ചോദ്യങ്ങൾ ചോദിച്ച് 6ന് ഉത്തരം എഴുതുക, ഓരോ മാർക്ക് വെച്ച്, അങ്ങനെ 6 മാർക്ക്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ റീഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ ഓരോന്നിൻ്റെ റീഡിങ് സ്ട്രാറ്റജി, റീഡിങ് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ്, അതുപോലെ റീഡിങ് ആർഗ്യുമെൻറ്റേറ്റീവ് ടെക്സ്റ്റ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിച്ചേക്കാം. റീഡിങ് ഫങ്ഷണൽ ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെയുള്ളത് എസ്സേ ആയിട്ട് ചോദിച്ചേക്കാം. എസ്സേ ക്വസ്റ്റ്യൻ 14 മാർക്കിനും അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് പാസേജ് അങ്ങനെയും ചോദിക്കാം. ഈ 6 മാർക്കിൻ്റെ 60 വേർഡ്സ് ഒക്കെയാണ് എഴുതേണ്ടത്. 14 മാർക്കിൻ്റെ ചോദ്യമാണ് സെക്ഷൻ സിയിൽ ചോദിക്കുക. 14 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അതൊരു 200 വേർഡ്സിൻ്റെ അടുത്ത് 150 വേർഡ്സോളം എഴുതണം. എഴുതുന്ന വേർഡ്സിനേക്കാൾ കൂടുതലായി ശരിയായ ഉത്തരം അവിടെ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് പഠിച്ചു വെക്കാൻ പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. ഇനി അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അവിടെ പ്രധാനമായിട്ടും ഈ 2ാമത്തെ യൂണിറ്റിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ഔട്ട് ഓഫ് സിലബസ് ഒരു പാരഗ്രാഫ് തരും, അതിനെക്കുറിച്ച് 6 ചോദ്യങ്ങൾ ചോദിക്കും. പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതുക, ആ രീതിയിലുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് ഒന്ന്. ഇതാണ് ആ കോംപ്രിഹെൻഷൻ്റെ ഏരിയ, അതിനെക്കുറിച്ച് പറയുന്ന പ്രദേശം. പിന്നെ അടുത്തത് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്, അതിൻ്റെ റീഡിങ് ചെയ്യുന്ന മെത്തേഡ്സ്, അത് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ടെക്സ്റ്റൈൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്പെടും. നെക്സ്റ്റ് നോട്ട് മേക്കിംഗ് ആൻഡ് പാരഫ്രൈസിംഗ് ആണ്. യൂണിറ്റ് 3ലേക്ക് പോയി കഴിഞ്ഞാൽ നോട്ട് മേക്കിംഗ് ആൻഡ് പാരഫ്രൈസിംഗ്. ഈ നോട്ട് മേക്കിംഗ് ആൻഡ് പാരഫ്രൈസിങ്ങിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഔട്ട് ഓഫ് സിലബസ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെക്ഷൻ, ഒരു കവിതയോ എന്തെങ്കിലും തന്നിട്ട് അതിനെ പാരാഫ്രൈസ് ചെയ്യാനുള്ളൊരു ചോദ്യം സാധ്യതയുണ്ട്. നോട്ട് മേക്കിംഗ് വീണ്ടും ഇവിടെ വരുന്നുണ്ട്. ഇത് യൂണിറ്റ് 3 എന്ന് പറയുന്നത് എൻറിച്ചിങ് ഇംഗ്ലീഷ് പോലെയല്ല, ഡിഫറെൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് മേക്കിംഗ് പ്രധാനമായിട്ട് ചോദിക്കും. ഇതിൽ നിന്ന് തന്നെ ഈ യൂണിറ്റ് 3യിൽ നിന്ന് അത് 6 മാർക്കിനോ അല്ലെങ്കിൽ 14 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോട്ട് മേക്കിംഗ് ഡീറ്റെയിൽ സ്റ്റഡി ഇവിടെയുണ്ട്. പ്രധാനമായിട്ട് പേജ് നമ്പർ 64 അത് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോകണം. നോട്ട് മേക്കിംഗ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമല്ല, ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് മേക്കിംഗ് ഉണ്ട്, മെത്തേഡ്സ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് നോട്ട് മേക്കിംഗ് ഉണ്ട്, അതുപോലെ ഔട്ട്ലൈൻ മെത്തേഡ്, ചാർട്ടിംഗ് മെത്തേഡ്, മൈൻഡ് മാപ്പിംഗ്, ഇങ്ങനെ കുറേ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് നോട്ട് മേക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പാരാഫ്രൈസിങ്, കവിത തന്നിട്ട് അതിനെ ഒന്ന് മാറ്റി എഴുതുക എന്നുള്ളത്. മാത്രമല്ല പാരാഫ്രൈസിങ്ങിൻ്റെ ടെക്നീക്സ് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 69. ആ ടെക്നീക്സ് പഠിക്കണം. അത് അതേപോലെ എസ്സേ ആയിട്ട് ചോദിക്കാം. പാരാഫ്രൈസ് ചെയ്യാനല്ല, മറിച്ച് എന്താണ് പാരാഫ്രൈസിങ് എന്ന്, വാട്ട് ഇസ് പാരാഫ്രൈസിങ്, എങ്ങനെ ചെയ്യാം, വാട്ട് ആർ ദ മെത്തേഡ്സ്, ഇങ്ങനെ ചോദിച്ചേക്കാം. അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ മൊഡ്യൂൾ 3 നിങ്ങൾക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു മൊഡ്യൂളായിട്ട് മാറുകയാണ് കേട്ടോ. മൊഡ്യൂൾ 2ലെ യൂണിറ്റ് 3 ഓഫ് മൊഡ്യൂൾ 2 നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കേണ്ട ഒരു യൂണിറ്റ് തന്നെയാണ്. യൂണിറ്റ് 4ലേക്ക് നമ്മൾ അടുത്ത് കടക്കുകയാണ്. യൂണിറ്റ് 4 നിങ്ങൾ എന്തായാലും ഇരുന്ന് ബൈഹാർട്ട് പഠിക്കേണ്ട. അവിടെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അത് ഗ്രാഫ് ഇൻ്റർപ്രിട്ടേഷൻ ആണ് അവിടുത്തെ മെയിൻ പരിപാടി. ഇത് നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ട് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനാണ് മോസ്റ്റ് പ്രോബബ്ലി 80% അങ്ങനത്തെ ചോദ്യമാണ് വരിക. ഒരു ബാർ ഗ്രാഫോ ഒരു പൈ ഡയഗ്രാമോ തന്നിട്ട് അതിനെ നിങ്ങളോട് അതിനെ നോക്കിയിട്ട് ഒരു എസ്സേ എഴുതാൻ പറയും 14 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന്. 14 മാർക്കിനാണ് സാധ്യത കൂടുതൽ. ഇത് നിങ്ങൾ +2 എന്നും 10ാം ക്ലാസ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും. സമാനമായ എക്സസൈസസ് സമാനമാണ്. എങ്ങനെയാണ് ഗ്രാഫ് നോക്കുക എന്നുള്ളത് നമുക്കറിയാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് ചെക്ക് ചെയ്യുക, എന്താണ് എക്സ് ആക്സിലുള്ളത്, എന്താണ് വൈ ആക്സിസിലുള്ളത്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനിൽ എന്താ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അതങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ടോ
ഓരോ ബാറും അല്ലെങ്കിൽ ഓരോ വാല്യൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, എത്രയാണ് വാല്യൂ, അത് കൃത്യമായി അവിടെ വേർഡ്സിൽ എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്ത് എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചേക്കുക. ഇതെന്തിനെ കുറിച്ചുള്ള ഗ്രാഫാണ്, എന്താണ് ഇത് കാണിക്കുന്നത്, പ്രോഗ്രസ് ഉണ്ടോ, പ്രോഗ്രസ് ഇല്ലേ, കൂടുതൽ ഇൻക്രീസ് ഉണ്ടോ, ഡിക്രീസ് ആണോ, ഇത് അങ്ങോട്ട് വിശദമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിലൊന്ന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായാൽ മതി ഇതെന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ളത്. പിന്നെ പൈ ഡയഗ്രാം ചോദിക്കാം, അതായത് സർക്യുലർ ഗ്രാഫുകൾ അങ്ങനെയും ചോദിക്കാം. ഈ രണ്ട് കാര്യം അതുകൊണ്ട് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളില്ല ആ യൂണിറ്റിൽ. യൂണിറ്റ് 4 മൊഡ്യൂൾ 2 യൂണിറ്റ് 4 ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളില്ല. മൊഡ്യൂൾ 2 യൂണിറ്റ് 3 ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. നോട്ട് മേക്കിംഗ് കാര്യങ്ങളും പാരാഫ്രൈസിംഗ് ഒക്കെ പാരാഫ്രൈസിങ് ചെയ്യാൻ ചോദിക്കാം, പക്ഷെ അതേപോലെ തന്നെ പാരാഫ്രൈസിങ്ങിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ മെത്തേഡ്സും ചോദിക്കാം. വളരെ വളരെ സാധ്യതയുള്ള ചോദ്യമാണ്. 90% ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഞാനൊന്ന് ആവർത്തിക്കാം, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ബൈഹാർട്ട് പഠിക്കേണ്ട യൂണിറ്റുകൾ ഏത് എന്നുള്ളത് മൊഡ്യൂൾ 2 യൂണിറ്റ് 2 ഞാൻ പറയാൻ പോകുന്നത്. യൂണിറ്റ് 2. ഓക്കെ, ക്ലോസ് റീഡിങ്ങിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. റീഡിങ് കോംപ്രിഹെൻഷനിൽ അതിൻ്റെ ചില ഡെഫിനിഷൻസ് ബൈഹാർട്ട് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞതാണ്. എന്താണ് കോംപ്രിഹെൻഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ നോട്ട് മേക്കിംഗ്, പാരാഫ്രൈസിങ് 3ാമത്തെ യൂണിറ്റ് ഫുള്ള് ബൈഹാർട്ട് പഠിക്കേണ്ട യൂണിറ്റ് ആണത്. ഇൻ്റർപ്രറ്റിംഗ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്, ഇതിന് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട. സമയം കിട്ടിയില്ലെങ്കിൽ അത് അവിടെ വെച്ചാലും മതി. പക്ഷേ നമുക്ക് എഴുതാൻ പറ്റണം, ഗ്രാഫ് കണ്ട് എഴുതാൻ പറ്റണം. അപ്പോൾ അത് വലിയ മാർക്കിൻ്റെ ചോദ്യമാണ്. അത് 14 മാർക്കിന് ചോദിക്കും. അത് ചിലപ്പോൾ 6 മാർക്കിനായിരിക്കും. എന്തായാലും അത് വിട്ടുകളയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഒരു ചോദ്യമാണ്. കാരണം എഴുതിയ എന്തായാലും എന്തെങ്കിലും ഒരു മാർക്ക് വീഴും അതിൻ്റെ അകത്ത്. നമ്മൾ ജസ്റ്റ് വെറുതെ എന്തെങ്കിലും എഴുതിയാൽ തന്നെ എക്സ് ആക്സിൽ എന്താ വൈ ആക്സിൽ എന്താന്ന് മാത്രം എഴുതിയാൽ തന്നെ 1 മാർക്ക്, 1/2 മാർക്ക്, 2 മാർക്കൊക്കെ വീഴുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഗ്രാഫ് കണ്ടോ എഴുതാതെ വിടരുത്, എഴുതിയിരിക്കണം. അത് ഈ ഗ്രാഫ് ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഗ്രാഫ് കണ്ടാൽ നമ്മൾ ഗ്രാഫിങ് എടുക്കണം, മനസ്സിലായോ? അങ്ങനെ എടുത്തേക്കുക അങ്ങോട്ട് ഗ്രാഫ്. അത് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങളുടേതാണ് സാധനം. മോനെ ഇങ്ങ് പോരട്ടടാ ഗ്രാഫ് എന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്. ഗ്രാഫ് വിടരുത്. ഓക്കെ, കാരണം അതിൽ നല്ല മാർക്ക് നമുക്ക് കിട്ടുന്ന പരിപാടിയാണ്. ഇനി സയൻറ്റിഫിക് പേപ്പേഴ്സ്, ലാബ് റിപ്പോർട്ട്സ്, മൊഡ്യൂൾ 3 യൂണിറ്റ് 1 ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. ഓക്കെ, സയൻറ്റിഫിക് പേപ്പർ എന്താണ്, ലാബ് റിപ്പോർട്ട് എന്താണ്, 6 മാർക്കിന് ചോദിക്കാം. റോൾ ഓഫ് ലാംഗ്വേജ് പ്രിസിഷൻ ഇൻ സയൻറ്റിഫിക് പേപ്പേഴ്സ് ആൻഡ് ലാബ് റിപ്പോർട്ട്സ് 83, പേജ് നമ്പർ 83-ലുണ്ട്. ഇത് ഈ സയൻസ് വിദ്യാർത്ഥികൾക്കുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് 6 മാർക്കിന് എഴുതാൻ വേണ്ടി നിർബന്ധമായും ചോദിക്കും. ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. യൂണിറ്റ് 1 മൊഡ്യൂൾ 4 യൂണിറ്റ് 1 പ്രത്യേകം ശ്രദ്ധിക്കുക. മൊഡ്യൂൾ 3 യൂണിറ്റ് 2 കടന്നു കഴിഞ്ഞാൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് ലെറ്റർ തന്നെയാണ് ചോദിക്കുക. ഫോർമൽ ലെറ്റർ ചോദിക്കും പ്രോബബ്ലി. അത് കൃത്യമായിട്ടും ഏറ്റവും സാധ്യതയുള്ളത് ഒരു CV അതുപോലെ തന്നെ കവർ ലെറ്റർ എഴുതുക എന്നുള്ള ചോദ്യമായിരിക്കും. CV കവർ ലെറ്റർ. പിന്നെ ബിസിനസ് ലെറ്റേഴ്സ് പേജ് നമ്പർ 89 കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ, സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയുള്ള ഒരു ചോദ്യമുണ്ട് അവിടെ. ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റർ, ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ പേജ് നമ്പർ 92 ടൈപ്സ് ചിലപ്പോൾ അതേപടി എഴുതാൻ ചോദിക്കും. ബൈഹാർട്ട് പഠിച്ചോളൂ, essay ആയിട്ട് ചോദിക്കും 6 മാർക്കിന്. ചിലപ്പോൾ ടൈപ്സ് എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ഫോർമാറ്റ് ചോദിക്കാൻ സാധ്യതയില്ല. ഫോർമാറ്റ് അങ്ങനെ ചോദിക്കില്ല, എഴുതാൻ വേണ്ടി പറയുകയാണ് ചെയ്യുക. എങ്ങനെ? അതായത് ഒരു CV ആൻഡ് കവർ ലെറ്റർ, അത് രണ്ടും എഴുതാൻ 14 മാർക്കിന് ഒരുമിച്ച് ചോദിക്കും. CV എഴുതണം, കവർ ലെറ്റർ എഴുതേണ്ടി വരും. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമാറ്റ് എന്ത്, എങ്ങനെ ലെറ്റർ എഴുതണം, അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. ടാസ്ക് 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൃത്യമായ ഫോർമാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റും അതുപോലെ തന്നെ CVയും. ഓക്കെ, അത് ഇന്ന് ചെയ്യണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ എനിക്ക് എൻഹാൻസിങ് ഇംഗ്ലീഷുകാരോട് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് അവരോട് ഇത് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തത്. നാളെ തന്നെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത യൂണിറ്റ് 3 പോവുകയാണ്. യൂണിറ്റ് 3 എന്തൊക്കെയാണ്? ജോബ് ആപ്ലിക്കേഷൻ, കവർ ലെറ്റർ, റെസ്യൂമേ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് ഫോർമൽ ലെറ്റർ. അതുകൊണ്ട് ഫോർമൽ ലെറ്റർ വേറെ തന്നെ എഴുതാൻ ചോദിക്കുന്നു കരുതുന്നില്ല ഞാൻ.
ഫോർമൽ ലെറ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചേക്കാം. ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്റർ ആണ് ബേസിക്കലി ബിസിനസ് ലെറ്റർ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ ആണ് യൂണിറ്റ് 2-ൽ ചോദിക്കാൻ സാധ്യത. യൂണിറ്റ് 3-ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ റെസ്യൂമെ അല്ലെങ്കിൽ CV കവർ ലെറ്റർ ആണ് ചോദിക്കുക. അവിടെ ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, അത് നിങ്ങളോടൊരു ചോദ്യമായി ചോദിച്ച് നിങ്ങളെ കൂടെ എഴുതിപ്പിക്കുക ചെയ്യാം. ഓക്കെ, എസ്സേ റൈറ്റിംഗ് ആണ് യൂണിറ്റ് 4. ഇവിടെ നിങ്ങൾക്ക് ഒരു കോമൺ എസ്സേ ചിലപ്പോൾ എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം, ലൈക്ക് കോമൺ ടോപ്പിക് തന്നിട്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഡൗറി സിസ്റ്റം, ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് കോമൺ എസ്സേ എഴുതാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്സേസ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്സേസ്, ഡിഫൈൻ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ്, പേർപ്പസ് ആൻഡ് ഓഡിയൻസ്, ടെക്നീക്സ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻസ്. നറേറ്റീവ് എസ്സേസ്, വാട്ട് ആർ നറേറ്റീവ് എസ്സേസ്, എക്സ്പോസിറ്ററി എസ്സേസ്, വാട്ട് ആർ ദേ, ഇങ്ങനെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ യൂണിറ്റ് 4 ഒരു ബൈഹാർട്ട് പഠിക്കേണ്ട യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, യൂണിറ്റ് 4 മൊഡ്യൂൾ 3-ലെ യൂണിറ്റ് 4 ബൈഹാർട്ട് പഠിക്കണം, അവിടെ മാർക്ക് ചെയ്തേക്കുക. ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ 3-ലെ യൂണിറ്റുകൾ. ആൻഡ് നൗ ദ 4th മൊഡ്യൂൾ, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. യൂണിറ്റ് 1 ഗോൾ സെറ്റിംഗ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. സ്മാർട്ട് ഗോൾസ്, സെറ്റിംഗ് സ്മാർട്ട് ഗോൾസ് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക, പഠിക്കുക. 6 ഇത് പ്രധാനപ്പെട്ടത് സെക്ഷൻ എയിലാണ് ചോദിക്കുക. 3 മാർക്സിനാണ് ചോദിക്കുക, 6 മാർക്സിനല്ല 3 മാർക്സിന് ചോദിക്കും. അതായത് യൂണിറ്റ് 1-ലെ സെറ്റിംഗ് സ്മാർട്ട് ഗോൾസ് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യാം. അതായത് മൊഡ്യൂൾ 1 1-ഉം 4, മൊഡ്യൂൾസ് 1 and 4 3 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. സെക്ഷൻ എയിലാണ് വരിക. പിന്നെ സെക്ഷൻ എയുടെ ഒരു പ്രത്യേകത, എല്ലാ മൊഡ്യൂൾസിലും ചോദ്യങ്ങളുണ്ടാവും. അപ്പം 4th മൊഡ്യൂളിലെ ചോദ്യം ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം 3 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. ഇനി 4th മൊഡ്യൂൾ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ടൈം മാനേജ്മെൻറ്റ്, ഇഫക്റ്റീവ് ഗോൾ അച്ചീവ്മെൻറ്റ് നോട്ട് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ ഉണ്ട് പേജ് നമ്പർ 110-ൽ. ടൈം മാനേജ്മെൻറ്റ് അത് പഠിക്കുക. കോമൺ ചാലഞ്ചസ് ഓഫ് ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ മേഖല ബൈഹാർട്ട് പഠിക്കുക. അത് ചോദ്യം വരും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ എസ്സേ ആയിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പ്രസൻറ്റേഷൻ, കീ പോയിൻറ്റ്സ് ടു റിമെമ്പർ, സ്ട്രക്ചർ ഓഫ് എ സക്സസ്ഫുൾ പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഒന്ന് നോക്കി വെക്കുക. പ്രിപ്പറേഷൻ ടിപ്സ്, ജസ്റ്റ് മെയിൻ പോയിൻറ്റ്സ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഡൂസ് ആൻഡ് ഡോൺസ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാകും. ഡെഫിനിഷൻ അതുപോലെ തന്നെ മെയിൻ ബുള്ളറ്റ് പോയിൻറ്റ്സ് മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതിയാകും. ഇൻ്റർവ്യൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്, ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ചോദിക്കാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. ടിപ്സ് ഫോർ ജനറൽ പ്രിപ്പറേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്, അതായത് പേജ് നമ്പർ 124-ൽ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഫേസ് ടു ഫേസ്, ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് ഫേസ് ടു ഫേസ്, വെർച്വൽ ഒക്കെ പറയുന്നുണ്ട് പേജ് നമ്പർ 126 127-ൽ. അതും ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ പഠിച്ചു നോക്കണം, അതും ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് എന്നുള്ളത്, ടൈപ്സ് ചോദിക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ്, പേജ് നമ്പർ 129-ലുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ അടുത്തത് ഇഫക്റ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ഇൻഡിവിജ്വൽസ്, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് പഠിച്ചു വെച്ചാൽ മതിയാവും. കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട, അത്രയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ഡീറ്റെയിൽഡ് റൈറ്റിങ്ങിന് റീഡിങ് അതുപോലെ തന്നെ റൈറ്റിംഗ്, ഈ 2 മൊഡ്യൂൾസാണ് ചോദിക്കുക, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ മൊഡ്യൂൾ 4-ലെ ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽഡ് ആയിട്ടല്ല പറഞ്ഞത്, ഡീറ്റെയിൽഡ് പഠിക്കേണ്ട, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഏത് എൻഹാൻസിങ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട്, അതായത് ബൈഹാർട്ട് പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി ബൈഹാർട്ട് പഠിച്ചു വെക്കുക. ബാക്കി ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് മാത്രമേ പഠിക്കണ്ടൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എൻഹാൻസിങ് ഇംഗ്ലീഷ്.
നിർബന്ധമായും ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഒരു കാരണവശാലും CV, അതുപോലെ തന്നെ കവർ ലെറ്റർ, ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ, കോംപ്രിഹെൻഷൻ, അതായത് പാരഗ്രാഫ് തന്ന് അതിൻ്റെ ഉത്തരം എഴുതൽ, പാരഗ്രാഫ് തന്ന് ഒരു 6 ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത്. പാരഗ്രാഫ് എന്ന് കണ്ടെത്തിയാൽ മതി നമ്മൾ, അല്ലേ? ബൈ ഹാർട്ടൊന്നും പഠിക്കണ്ട. അതുപോലെ തന്നെ സമ്മറൈസിങ്, ഇത്തരം ചോദ്യങ്ങൾ യാതൊരു കാരണവശാലും എഴുതാതെ വിടരുത്. എന്തെങ്കിലുമൊക്കെ എഴുതണം അവിടെ. പരമാവധി പഠിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ രീതികൾ മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ വരുന്ന വീഡിയോസിൽ CV, കവർ ലെറ്റർ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്, അത് കണ്ടാൽ മതി, മനസ്സിലാവും. ബാക്കിയുള്ള സമ്മറൈസിങ് പോലുള്ള കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ചതിൻ്റെ ചുരുക്കരൂപം മനസ്സിലാക്കുന്നതെന്തോ അതങ്ങ് ചുരുക്കി എഴുതിയാൽ മതിയാവും. എന്തെഴുതിയാലും മാർക്ക് കിട്ടുന്ന ടൈപ്പ് ചോദ്യങ്ങൾ അതൊക്കെ. അതായത് ചോദ്യം അനുസരിച്ച് എഴുതണേ. എന്തെഴുതിയാലും പറഞ്ഞാൽ നമ്മൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി കളയരുത്. ചോദ്യം അനുസരിച്ച് എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് എടുക്കണ്ട എന്നുള്ളതും അത്തരം ചോദ്യങ്ങളുടെ പ്രത്യേകതയാണ്. അത്യാവശ്യം എഴുതാൻ അറിയുന്നവർക്ക് നല്ല മാർക്ക് വാങ്ങാം, അല്ലാത്തവർക്കും അത്യാവശ്യം പിടിച്ചു നിൽക്കാം. ഒരു കാരണവശാലും ഞാൻ പറയുന്നു, ഒഴിവാക്കരുത് ഈ ചോദ്യങ്ങളൊന്നും തന്നെ. ഇനി പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടിപ്സ് എന്തൊക്കെയാണ്, മറ്റൊരു വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഒരു ലൈവ് സെഷൻ ചെയ്യണമെന്നുണ്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റും ഡിസ്കസ് ചെയ്യാൻ, റിവിഷൻ ക്ലാസ്സുകൾ പോലെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടി കണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യും ഈ ചോദ്യങ്ങളൊക്കെ എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എൻഹാൻസിങ് ഇംഗ്ലീഷ് നല്ല മാർക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു സോ മച്ച്.